തൃശൂർ അതിരൂപതയിൽ തലയെടുപ്പോടെ നിലനിൽക്കുന്ന അമ്മാടം സെയിന്റ് ആന്റണീസ് ദേവാലയം. അമ്മാടം സെയിന്റ് ആന്റണീസ് ഇടവകയുടെ പാരിഷ് ഹാളിൽ ഒരു എക്സിബിഷൻ നടക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട 2500 ഫോട്ടോകളുടെ പ്രദർശനമാണ് മരിയൻ അരീന എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവ് ശിശുവായിരുന്നപ്പോഴുള്ള ചിത്രം, ബാല്യകാല ചിത്രം തുടങ്ങി വിവാഹം, സ്വർഗാരോഹണം എന്നിങ്ങനെ മാതാവിൻ്റെ ജീവിതത്തിലെ അപൂർവ ചിത്രങ്ങൾ ഈ പ്രദർശനത്തെ ധന്യമാക്കുന്നു. ഉണ്ണീശോയെ ലാളിക്കുന്ന പരിശുദ്ധ മാതാവ്, ബാലകരായ സ്നാപക യോഹന്നാനും യേശുവും ഒന്നിച്ചുള്ള ചിത്രം തുടങ്ങിയവയും ഈ ശേഖരത്തിലെ അപൂർവ ചിത്രങ്ങളാണ്. മരിയൻ ഭക്തസംഘടനകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, മാതാവിൻ്റെ തിരുനാളുകൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, പ്രത്യക്ഷീകരണങ്ങൾ തുടങ്ങിയവയുടെ ചിത്രങ്ങളും വിവരങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനൊരു പ്രോഗ്രാം എൻ്റെ ഈ സർവീസിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഏകദേശം ഞാൻ മൊത്തം ചുറ്റിക്കറങ്ങിയപ്പോൾ ഒരു 12,000-ൻ്റെ അപ്പുറം ഫോട്ടോകളുണ്ട്. വളരെ മനോഹരമായിട്ട് ഞാനതൊക്കെല്ലാം ചുറ്റി നടന്ന് കണ്ടു. ഫോട്ടോസൊക്കെ അതിമനോഹരമായിട്ട്. അതിലെനിക്ക് വളരെ എന്നെ ആകർഷിച്ച ഒരു ചിത്രം വിശുദ്ധ ലൂക്ക വരച്ചിട്ടുള്ള ഒരു ചിത്രം എന്ന് പറഞ്ഞിട്ട് ഞാനിതിൽ കണ്ടു. അതെനിക്ക് വളരെ എൻ്റെ മനസ്സിൽ വളരെ സ്പർശിച്ചു. വളരെ നന്നായിട്ട് ഇത്രയധികം മാതാവിൻ്റെ ഫോട്ടോസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഉത്തരയത്തെക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടുണ്ട്. മാതാവിൻ്റെ വിവിധ ചിത്രങ്ങളുടെ ഒരു മഹനീയമായ ശേഖരണമാണ് ഇവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. 2000-ഓളം ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിരിക്കുന്ന ഒരു ശേഖരണമാണ് ഇത് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ പ്രദർശനം ഇവിടെ നടത്താൻ സാധിച്ചതിലും ഞാൻ അതിയായ സന്തോഷിക്കുന്നു. ഈ ചിത്രപ്രദർശനത്തിന് ഇടയാക്കിയത് പടവരാട് ഇടവകാംഗങ്ങളായ അഗസ്റ്റിൻ അക്കര, ബീന അഗസ്റ്റിൻ ദമ്പതികളുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ്. വർഷങ്ങളായി മാതാവിൻ്റെ ചിത്രങ്ങൾ ശേഖരിച്ച് അവർ സ്വരുക്കൂട്ടി വെച്ച ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോരുത്തരും അവനവനിൽ വല്ലാതെ ചുരുങ്ങുന്ന ആധുനിക കാലത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ 2500-ഓളം ചിത്രങ്ങളുമായി അനേകരെ മരിയൻ ഭക്തിയിലേക്ക് ആനയിക്കുന്ന ഒരു കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. റിട്ടയേർഡ് ബാങ്ക് മാനേജരായ അഗസ്റ്റിൻ ഡി അക്കരയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും റിട്ടയേർഡ് അധ്യാപികയുമായ ബീന ടീച്ചറും അടങ്ങുന്ന ഈ കുടുംബം പരിശുദ്ധ ദൈവമാതാവിനോടും സഭയോടും കാണിക്കുന്ന ആ വിശ്വസ്തത, തീക്ഷ്ണത നിറഞ്ഞ അനുഭവങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാധാരണ കുടുംബങ്ങൾ കേവലം ഒരു ജപമാല പ്രാർത്ഥനയിലും ചില ഭക്താഭ്യാസങ്ങളിലുമൊക്കെ മാതാവിനോടുള്ള വണക്കം ഒതുക്കി നിർത്തുമ്പോൾ മരിയൻ അരീന എന്ന പേരിലൊരു എക്സിബിഷനുമായിട്ട് അനേക ഇടവകളിൽ യാത്ര ചെയ്യുന്നൊരു കുടുംബമാണല്ലോ നിങ്ങളുടേത്. എന്തായിരുന്നു അതിൻ്റെ പ്രചോദനം, എങ്ങനെയാണ് അതിൻ്റെ തുടക്കം എന്ന്
ശാലോമിൻ്റെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? ആദ്യമായിട്ട് ചിത്രപ്രദർശനം ചെയ്യുന്നത് മാതൃസംഘം രൂപതാടിസ്ഥാനത്തിൽ നടത്തിയ ഒരു മത്സരത്തിലാണ്. അന്ന് ചിത്രങ്ങളുടെ പ്രദർശനം നടത്തി നിസാര മാർക്കിന് സെക്കൻഡ് കിട്ടിയുള്ളൂവെങ്കിലും വ്യത്യസ്തമായ കുറേ ചിത്രങ്ങൾ ഉള്ളതുകൊണ്ട് അപ്പോൾ തന്നെ അന്നത്തെ ഡയറക്ടർ ഇത് നമുക്ക് മറ്റുള്ളവർക്ക് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യമായിട്ട് ഗലീലി, ചിയാരം ഗലീലിയിലാണ് ഇത് ചെയ്തത്. അന്ന് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കുറേ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനേ തോന്നിയുള്ളൂ. കാരണം കിട്ടിയത്രയും ചിത്രങ്ങളെല്ലാം ഏകദേശം ഓരോ ചെറിയൊരു ഓർഡറാക്കിയിട്ട് ചെയ്തു. അതല്ലാതെ ഇന്നത്തെ രീതിയിൽ നമുക്ക് ചെയ്യാൻ അന്ന് തോന്നിയിരുന്നില്ല, നമുക്കറിയില്ലായിരുന്നു. പിന്നീട് ഇങ്ങനെ ഗ്രാജുവലായിട്ടാണ് പിന്നെ അവിടെ ആ എക്സിബിഷൻ നടത്തിയ ഉടനെ തന്നെ കോട്ടപ്പടിയിലേക്ക്, അന്നത്തെ ഡയറക്ടർ അച്ഛൻ കോട്ടപ്പടിയിലായിരുന്നു, അച്ഛൻ അത് അവിടെ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടില്ല. അങ്ങനെ 1-2 സ്ഥലത്തായപ്പോൾ നമ്മൾ വിചാരിച്ചു വെറുതെ ഇങ്ങനെ ചിത്രങ്ങൾ മാത്രം പ്രദർശിപ്പിച്ചിട്ട് കാര്യമില്ല, അതിനൊരു ഓർഡർ വേണം. പിന്നെ അതുമല്ല മാതാവിനെ കുറിച്ച് അറിയണം. കുറേ ചിത്രങ്ങൾ ഇങ്ങനെ കണ്ട് ഹായ് പറഞ്ഞ് പോയതുകൊണ്ട് മാത്രമായില്ല, മാതാവിനെ അറിയണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ മാതാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ ഓരോ പ്രാവശ്യവും മാതാവിനെ കുറിച്ച് കിട്ടുന്ന വിശേഷങ്ങളെല്ലാം എഴുതി വയ്ക്കുക, അത് ഓരോ ഗ്രൂപ്പ് ചിത്രങ്ങളോട് ബന്ധപ്പെടുത്തി അത് പ്രദർശിപ്പിക്കുക എന്നുള്ളൊരു രീതി. സാറിനോട് ചോദിക്കാനുള്ളത്, ഇത്തരമൊരു ചിത്ര പ്രദർശനത്തിന് വളരെ സാമ്പത്തികവും സാങ്കേതികവുമായ ഒരുപാട് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ട്. ഇത്തരമൊരു ചിത്രങ്ങൾ കിട്ടാനും കണ്ടെത്താനും ഒക്കെയുള്ള സോഴ്സ് എന്താണ്? അതിന് നമ്മൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഏത് രീതിയിലാണ് അത് കണ്ടെത്തുന്നത്? കുറേ സിസ്റ്റേഴ്സൊക്കെ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 750 പടങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടിട്ടുള്ള സിസ്റ്റേഴ്സ് അച്ഛന്മാരൊക്കെ അഡീഷണലായിട്ട് അവർക്ക് കിട്ടുന്ന ഇതിലില്ലാത്ത പടങ്ങൾ തന്നിരുന്നു. പിന്നെ മക്കൾ സെമിനാരി പഠിക്കുന്ന 2 മക്കളുണ്ട്, അവരും കുറേ കളക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിൽ മാതാവിനെ കുറിച്ചുള്ള ഈ ചിത്ര പ്രദർശനം അഗസ്റ്റിൻ ബീന ടീച്ചറും കുടുംബവും നൽകുന്ന വലിയൊരു സുവിശേഷ ശുശ്രൂഷയായിട്ട് ഞാനിത് കാണുകയാണ്. അന്നായുടെ ഉദരത്തിൽ ജന്മം കൊണ്ട നാൾ മുതൽ അമ്മ കടന്നുപോയ വഴികളെല്ലാം ധ്യാനാത്മകമായി ധ്യാനിക്കാനും അതിൻ്റെ അടിക്കുറിപ്പിലൂടെ അമ്മയെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. വചനം പ്രഘോഷിക്കുക, വചനം ജീവിക്കുക, വചനം പങ്കുവയ്ക്കുക, വചനം ജീവിക്കുക എന്നുള്ളതെല്ലാം ക്രൈസ്തവൻ്റെ ധർമ്മവും കടമയുമാണ്. ഈ കുടുംബം മുഴുവനായിട്ടും അമ്മയുടെ ജീവിതവും യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി ചിത്രത്തിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വിശ്വാസം മന്ദീഭവിക്കുന്ന ഈ അവസരങ്ങളിൽ രക്ഷകനെക്കുറിച്ചും രക്ഷകനെ ലോകത്തിന് ദാനം ചെയ്ത അമ്മയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാനും ബോധ്യങ്ങളുണ്ടാകുവാനും ഈ ചിത്രങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട്. എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും സ്കൂളുകളിലെല്ലാം അമ്മയുടെ ചിത്രം പ്രദർശിപ്പിക്കുകയും അമ്മയെ കൂടുതൽ അറിയാനും സ്നേഹിക്കാനും അമ്മയോടുള്ള ഭക്തിയിൽ വളരുവാനും ഈ ചിത്രം എല്ലാവരെയും സഹായിക്കും.
നമുക്ക് ഇത്രയധികം ചിത്രങ്ങളും ആശയങ്ങളൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. ഇതൊരു എക്സിബിഷനായിട്ട് നമ്മുടെ വീടിന് വെളിയിൽ മറ്റുള്ളവരിലേക്കും കൂടെ പങ്കുവെക്കണം എന്ന് തോന്നി തുടങ്ങിയത് എപ്പോഴായിരുന്നു? എങ്ങനെയാണ് ഈ എക്സിബിഷനിലേക്ക് എത്തിച്ചേരുന്നത്? കാണുമ്പോൾ അതിനെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് അറിയിച്ചിട്ട് കുറേ അധികം ആൾക്കാർ, നമ്മളൊരു അഭിപ്രായം എഴുതാൻ ബുക്ക് വയ്ക്കും. ഈ പുസ്തകത്തിൽ എല്ലാവരും ഇതൊരു മരിയൻ ധ്യാനം പോലെയാണ്. നമ്മൾ ചിത്രങ്ങൾ മാത്രമല്ല, മരിയൻ വിശേഷങ്ങൾ അതിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, മരിയൻ സന്ദേശങ്ങൾ, പിന്നെ സുഹൃദേവങ്ങൾ, ഇതെല്ലാം അതിൻ്റെ ഇടയിൽ വരുമ്പോൾ എല്ലാവരും സംസാരിക്കാതെ ഇതിങ്ങനെ വായിച്ചു പോകും. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു മരിയൻ ധ്യാനമായിട്ടാണ് സാധാരണ ഈ എക്സിബിഷൻ അനുഭവപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഒരു പള്ളിയിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ ഞങ്ങൾ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല, പക്ഷെ പറഞ്ഞറിഞ്ഞിട്ട് എല്ലാവരും നമ്മളെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതിങ്ങനെ ചെറിയ തോതിലായാൽ, അതായത് കൂടുതൽ ആൾക്കാർ വിളിക്കുകയാണല്ലോ, അപ്പോൾ നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ അമ്മയെക്കുറിച്ച് അറിയിക്കണം എന്നുള്ളത്. പിന്നെ ഇന്നത്തെ ലോകത്തിൽ അമ്മയെ തള്ളിപ്പറയുന്നത് കൊണ്ടൊരു വാശിയുടെ പുറത്ത്, അതായത് ഈ എക്സിബിഷൻ കാണുന്നവർ അമ്മയെ പൂർണ്ണമായിട്ട് അറിഞ്ഞ് ഒരിക്കലും തള്ളിപ്പറയാൻ ഇടവരരുതെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ എക്സിബിഷനും പോകാനായിട്ട്. അന്ന് നടത്തിയിരുന്ന എക്സിബിഷനിൽ നിന്ന് ഇപ്പം നടത്തുന്ന പ്രദർശനങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ഏതൊക്കെ രീതിയിലാണ് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ളത് എന്ന് പങ്കുവയ്ക്കാമോ? ആദ്യത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പം നമ്മൾ ചിത്രങ്ങളെ ഓരോ സെക്ഷനായിട്ട് തിരിച്ചിരിക്കുകയാണ്. മാതാവിൻ്റെ ജീവിതം, ഉണ്ണിയായിട്ടുള്ള മാതാവ് ജനിച്ചത് മുതൽ സ്വർഗാരോഹണം വരെ, ഇത് കഴിഞ്ഞ് മാതാവിൻ്റെ ചെറുപ്പകാലങ്ങളിൽ അന്നാവുമ്മയോടൊപ്പം മാതാവിൻ്റെ വിവാഹം, അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ കാണുന്ന വ്യാകുല മാതാവ്, വിജയമാതാവ്, നിത്യസഹായ മാതാവ്, ഇതിൻ്റെയൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലെ പടങ്ങൾ. ഒരു പടം റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതിനുവേണ്ടി കുറേ ഞങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം റിപ്പീറ്റേഷൻ ഇല്ലാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാറുണ്ട്. പിന്നെ ജപമാലയിൽ, ലുത്തിനിയയിൽ 49 പ്രാവശ്യം മാതാവിൻ്റെ ചിത്രങ്ങൾ വ്യത്യസ്തമായിട്ട് കാണും. ജപമാല രഹസ്യങ്ങളിലുള്ളത് പ്രത്യേകമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ച് മാത്രം അത്ഭുത ദർശനങ്ങൾ നൽകിയ സ്ഥലം ഒരു 160-ലധികം വ്യത്യസ്ത രാജ്യങ്ങളിലെ ചിത്രങ്ങളുണ്ട്. പിന്നെ കേരളത്തിലെ മാത്രം പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളിൽ, കേരളത്തിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോഴാണ് ഈ മാതാവ് ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെട്ടത് കുറവിലങ്ങാടാണെന്നാണ്. ഞങ്ങൾ പക്ഷേ അതാണോന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ആ പള്ളി വരെ പോയിട്ടുണ്ട്, അതാണോന്ന് അറിയാനായിട്ട്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളുടെ പേരുകളും അവിടെയാണ് AD 300 അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. മാതാവിൻ്റെ തന്നെ വിവിധ ഭാവങ്ങൾ, മുഖഭാവങ്ങൾ, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം, അതായത് മാതാവ് ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കുട്ടികൾക്കാണ്, കൂടുതൽ സന്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളതും കുട്ടികൾക്കാണ്. അപ്പോൾ കുറേ ക്യാപ്ഷൻസ് അടക്കം മാതാവിനെ, അതായത് ഒരു ചിൽഡ്രൻസ് കോർണർ എന്ന് പറഞ്ഞിട്ട് മാതാവിൻ്റെ ചിത്രകഥ ഒരു 5 മിനിറ്റ് കൊണ്ട് വായിക്കാവുന്ന രീതിയിൽ, പിന്നെ മാതാവിൻ്റെ പേരുകൾ സ്വീകരിക്കാൻ, പലർക്കും മാതാവിൻ്റെ പേരാണ് എൻ്റെ പേരെന്നുള്ളത് പലർക്കും അറിയില്ല. അതായത് മരിയ അല്ലെങ്കിൽ റോസ്, ഈ പേര് മാതാവിൻ്റെ പേരുമായിട്ട് റോസറ്റ എന്നൊക്കെ പേരുകൾ കണ്ടുണ്ട്. അപ്പോൾ മാതാവിൻ്റെ പേരുകൾ ഇടാൻ വേണ്ടിയിട്ട്, പിന്നെ തിരുനാളുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള അക്കര കുടുംബം നടത്തുന്ന എക്സിബിഷൻ ഞാൻ ആദ്യമായിട്ട് കണ്ടത് തൃശ്ശൂർ അതിരൂപതയിലെ മരിയാപുരം ഇടവകയിലാണ്. നന്മ നിറഞ്ഞവളും സ്ത്രീകളിൽ അനുഗ്രഹീതയുമായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് എല്ലാവർക്കും തങ്ങളുടേതായ വിശ്വാസത്തിൻ്റെ അറിവും അനുഭവവും പകർന്നു കൊടുക്കുവാൻ മിസ്റ്റർ അഗസ്റ്റിനും ബീന ടീച്ചറും അതുപോലെ തന്നെ ഈ കുടുംബത്തിലെ 3 മക്കളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പരിശ്രമമാണ് ഇതിൻ്റെ പുറകിൽ കാണാൻ സാധിച്ചത്. നമുക്കറിയാം, ഈ നവസുവിശേഷവൽക്കരണ ദശകത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച്, അമ്മയുടെ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന നല്ല നല്ല ചിത്രങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ
മാതൃത്വത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പുണ്യങ്ങളെക്കുറിച്ചുമൊക്കെ പകർന്നു കൊടുക്കാൻ ഇവർ നടത്തുന്ന ഈ ശ്രമം അഭിനന്ദനാർഹം തന്നെ. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഒരു പ്രിപ്പറേഷൻ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിനാവശ്യമായ സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? ഇത് മറ്റ് ഇടവക ദേവാലയങ്ങളിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അതിനാവശ്യമായ എക്സ്പെൻസൊക്കെ എങ്ങനെയാണ് മീറ്റ് ചെയ്യാറുള്ളത്? ഇതിൻ്റെ ശരിക്കുള്ള പറഞ്ഞ ടോട്ടൽ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ നമുക്കത് പള്ളിയിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾ ഒരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൊണ്ടുനടക്കുക. പിന്നെ പല അച്ഛന്മാരും പല സ്ഥലത്ത് ചെന്നപ്പോൾ പറഞ്ഞു എന്തെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ അത് കാണുന്നവർക്കൊരു വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു എമൗണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ എക്സ്പെൻസ്, കാറിൻ്റെ എക്സ്പെൻസ്, പിന്നെ 2 പേരെ കൊണ്ടുപോകും. അത് കൂലി ഒരു അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, കയറി പിടിച്ച് കെട്ടാനും പിടിക്കാനൊക്കെ ആയിട്ട്. ഇതിൻ്റെ എക്സ്പെൻസ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ എക്സ്പെൻസ് ഉണ്ട്. കാരണം ഇതൊക്കെ എല്ലാ ചിത്രങ്ങളും ലാമിനേറ്റ് ചെയ്തു. ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയി ഇത് A4 ആദ്യം മക്കൾ ചെയ്ത് തന്നിരുന്നു. പിന്നെ അവർ ഇല്ലാത്തപ്പോൾ ഞാനത് പുറത്ത് കൊണ്ടുപോയി അത് ചെയ്യും. പുറത്ത് കൊണ്ടുപോയി അത് ചെയ്തു വരുമ്പോൾ ഈ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് നമ്മൾ ഈ TP ഒക്കെ എടുത്തു വരുമ്പോൾ കുറേ തെറ്റുകളുണ്ടാവും. അത് ആദ്യം ചിലപ്പോൾ ഒക്കെ ലാമിനേഷൻ കഴിഞ്ഞ് വായിച്ചു നോക്കുമ്പോഴായിരിക്കും. അപ്പം അങ്ങനെ കുറേ അധിക ചിലവുകളൊക്കെ ഉണ്ട്. പക്ഷേ എത്ര വന്നാലും അത് ഒരു പൈസ അതിന് വേണ്ടിയിട്ട് അതായത് മാതാവിനെ അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ ചിലവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഈ എക്സ്പെൻസ് ഇപ്പോൾ ഒരു 3000 ഏറ്റവും ആദ്യമായിട്ട് ഒരു 4-5 എക്സിബിഷൻ കഴിഞ്ഞപ്പോൾ തന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ട് നിങ്ങൾ ചെയ്യരുതെന്ന്, നിങ്ങൾ ഫ്രീ ആയി ചെയ്യരുതെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് നിർബന്ധിച്ചു. പക്ഷെ അതുകൊണ്ട് നമുക്ക് ദൂരേക്ക് പോകുമ്പോൾ ഓട്ടോയുടെ സ്റ്റാൻഡും സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. ഓട്ടോയുടെ ഒക്കെ പൈസയും അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് മാത്രമേ തികയാറുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങളത് തുണിയുമ ഫോട്ടോകൾ പിന്നെ ചെയ്തപ്പോൾ വരുന്നത്. പക്ഷെ അത് രണ്ടാമത് ഫിറ്റ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായി. അപ്പോൾ ഞങ്ങൾ വേറെ അത് ഫോൾഡ് ചെയ്യാനുള്ള ഒരു കുറച്ച് പരിശ്രമം കൊണ്ട് അത് ഫോൾഡ് ചെയ്തു. പിന്നെ അത് സ്റ്റാൻഡ് ഉണ്ടാക്കി. സ്റ്റാൻഡ് മീൻസ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനായിട്ട്. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഇത് കയറുകൊണ്ട് വലിച്ചു കെട്ടാനാണ്. പല പള്ളികളും പല ഷേപ്പിലല്ല. പിന്നെ ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരു 10 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജനനം മുതൽ സ്വർഗാരോപണം വരെയുള്ള ജീവിത സംഭവങ്ങളെ ആസ്പദമാക്കിയും പരിശുദ്ധ അമ്മ ലോകത്തിൽ എപ്രകാരമാണ് തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ടും ശ്രീ അഗസ്റ്റിൻ സാറും ബീന ടീച്ചറുടെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ മരിയൻ പ്രദർശനം ഇന്നത്തെ വിശ്വാസികൾക്ക് വളരെയേറെ വിശ്വാസ ജീവിതത്തിൽ വളരുന്നതിന് സഹായകമാണ് എന്നുള്ളതിന് സംശയമില്ല. ഈ ചിത്രപ്രദർശനം കണ്ടിട്ടുള്ള പലരും പറയുകയുണ്ടായി, തങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളർന്നു വരുന്നതിന് ഈ ചിത്രപ്രദർശനത്തിലൂടെ ഒരുപാട് സഹായകമായിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. പരിശുദ്ധ അമ്മ മനുഷ്യ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം ചിത്രങ്ങളിലൂടെ കണ്ട് ധ്യാനിച്ച് 2.5 മണിക്കൂർ ഒരു മരിയൻ ധ്യാനമായിട്ടാണ് ഈ ചിത്രപ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വിശ്വാസ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ വിശ്വാസ പരിശീലനത്തെ അത് കാര്യമായി സ്വാധീനിക്കും എന്നുള്ളതിന് സംശയമില്ല. ഇടവകളിലും ഫൊറോന തലത്തിലുമൊക്കെ ഈ പ്രദർശനം കാണാൻ മതബോധനം നടത്തുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക അവസരം ഒരുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 1 വർഷം നീണ്ടു നിൽക്കുന്ന മതബോധനത്തിലൂടെ അവർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സഹായവും മാധ്യസ്ഥവും അപേക്ഷിക്കാനും
ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനും കഴിയും എന്നുള്ളതിന് സംശയമില്ല. ഇപ്പോൾ മരിയൻ എക്സിബിഷനാണല്ലോ നമ്മൾ നടത്തുന്നത്. പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ ഈ മാതാവിനോടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഈ മാതാവിനെ പ്രത്യേകം ഒരു ഡിവോഷൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ബാല്യകാലം മുതൽ ലഭിച്ചതാണോ? അത് എങ്ങനെയാണ് ആ മാതാവിനോട് ഇത്രയും ഒരു ഇഴയടുപ്പം നമുക്ക് വരാനിടയായത്? അത് ബാല്യകാലം മുതലേ ലഭിച്ചതാണ്. അതായത് വെന്തിങ്ങിയ ശരീരത്തിൽ നിന്ന് ഊരുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. മക്കൾ ജനിച്ച് കഴിഞ്ഞ് അവർ കഴുത്തിൽ അന്ന് മുതലേ ഉത്തരീയം ധരിപ്പിച്ചിരുന്നു. കുഞ്ഞുങ്ങളെ ഉത്തരീയം ധരിപ്പിച്ചിരുന്നു. അത് കുറേ പേർക്ക് എനിക്ക് തോന്നുന്നു എന്തിനാ ഈ സ്വർണ്ണമാല ഇടാതെ എന്തുകൊണ്ട് ഉത്തരീയം ഇട്ടു എന്നുള്ളത് വിചാരിച്ചിട്ട് ആ ഉത്തരീയം ധരിക്കാൻ തുടങ്ങിയിട്ടുള്ളവരുണ്ടായിരുന്നു. പിന്നെ കൊന്ത ചെല്ലുന്നതും മാതാവിനോടുള്ള, അതായത് നിത്യസമാധാവിൻ്റെ നൊവേന, അങ്ങനെയുള്ള ആ കാര്യങ്ങളോട് പണ്ടേ താല്പര്യമാണ്. പിന്നെ മക്കൾ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാരണം ഇവർ കൈവിട്ട് പോകരുത്, അതായത് വിശുദ്ധിയിൽ നിന്ന് തെറ്റിപ്പോകരുതെന്നുള്ള ഒരൊറ്റ വാശിയിൽ മാതാവിനെയാണ് കൂടുതൽ സംരക്ഷണയ്ക്ക് പ്രാർത്ഥിക്കുന്നത്. തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശികളായ അഗസ്റ്റിൻ ബീന ദമ്പതികൾക്ക് ദേവ്, അൽമ, മത്തായി എന്നിങ്ങനെ 3 മക്കളാണുള്ളത്. MBBS ബിരുദം പൂർത്തിയാക്കിയ ദേവും ഇളയ മകൻ മത്തായിയും കപ്പൂച്ചിൻ സഭയിൽ ചേർന്ന് വൈദിക പഠനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. പാലാ സ്വദേശിയായ അനിൽ ആണ് അൽമയെ വിവാഹം ചെയ്തിരിക്കുന്നത്. ഇവർക്ക് എബ്രഹാം എന്ന പേരിൽ ഒരു മകനുമുണ്ട്. ദൈവമാതാവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അപൂർവ ഇനം കുറേ ചിത്രങ്ങൾ, റയറായിട്ടുള്ള കുറേ ചിത്രങ്ങൾ കാണാൻ സാധിച്ചു. മാതാവിൻ്റെ വിവിധ സ്റ്റാമ്പുകൾ, പല രാജ്യങ്ങളിലുള്ള മാതാവിൻ്റെ വേഷവിധാനങ്ങൾ എല്ലാം നല്ല രീതിയിൽ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. മരിയൻ എന്ന് പറഞ്ഞ ഈ പരിപാടിയിലൂടെ കുറേ മാതാവിൻ്റെ ഫോട്ടോകളും കുറേ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റി. പല രാജ്യത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ അറിയാൻ പറ്റി. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു എക്സിബിഷൻ കാണുന്നത്. എക്സിബിഷൻ കണ്ടോ? കണ്ടിട്ട് എന്ത് തോന്നി? നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട് കണ്ടു. പിന്നെ കുറേ പ്രാർത്ഥനകളും ചെയ്യേണ്ട അതൊക്കെ വളരെ നല്ലതായിട്ടുണ്ട്. നമുക്കറിയാത്ത ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു. മാതൃഭക്തി പ്രചരിപ്പിക്കാനുള്ള ഇവരുടെ പരിശ്രമങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ സഹായം അപേക്ഷിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. നിരവധി പേർക്ക് പരിശുദ്ധ മറിയത്തെ കൂടുതലായി അടുത്തറിയാനും ഈ മരിയൻ ഫോട്ടോ പ്രദർശനം ഇനിയുള്ള നാളുകളിൽ പ്രയോജനപ്പെടട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം.